എല്ലാവർക്കും സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? Yes, ma'am. Okay. So in the last class we have discussed about functions. Function എന്താന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. പറഞ്ഞാൽ so function is nothing but a relation from one set to another. ഞാനിവിടെ പറയുകയാണെങ്കിൽ f, I can write f is a function from x to y. So x and y are two sets. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാം. The only thing is that എക്സിലത്തെ എല്ലാ എലിമെന്റിനും ഒരു ഇമേജ് വൈയിൽ ഉണ്ടാവണം. ഓക്കെ, ഒരു എലിമെന്റിന് ഒന്നിൽ കൂടുതൽ ഇമേജ് പാടില്ല. എല്ലാ എലിമെന്റിനും ഇവിടെ നമുക്ക് ഇമേജ് ഇല്ലാത്ത എലിമെന്റ്സ് എക്സിൽ പാടില്ല. എക്സിലെ എല്ലാ എലിമെന്റിനും വൈയിൽ ഒരു ഇമേജ് എങ്കിലും ഉണ്ടാവണം. പക്ഷെ രണ്ട് എലിമെന്റ്സിനെ വേണമെങ്കിൽ നമുക്ക് ഒരേ എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നു. ഡൊമെയിൻ എന്നാണ് നമ്മൾ വാല്യൂസ് എടുക്കുക. നിങ്ങൾ ഫസ്റ്റ് സെമ്മിലും കേട്ടിട്ടുണ്ടാവും ഡൊമെയിൻ എന്നുള്ള വാക്ക്. ഫംഗ്ഷന്റെ ഇൻപുട്ട് വാല്യൂസ്, ഫംഗ്ഷൻ എവിടെ നിന്നാണ്? ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് ഞാൻ പറയുമ്പോൾ എഫ് ഓഫ് എക്സ് ക്യാൻ ബി എനി ഫംഗ്ഷൻ. ഇപ്പൊ ഞാൻ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ. ഇപ്പൊ ഞാൻ എക്സിന്റെ വാല്യൂ നിങ്ങൾ ആരും ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ എക്സിന്റെ വാല്യൂ എവിടുന്നാണോ എടുക്കുക അതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയാം. ഓക്കെ, സോ എവിടുന്നാണ് നമ്മൾ എക്സിന്റെ വാല്യൂ എടുക്കുന്നത്? നമ്മുടെ ഡൊമെയിൻ. എക്സ് വേണമെങ്കിൽ റിയൽ നമ്പേഴ്സ് ആവാം, പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമാവാം, നാച്ചുറൽ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇനി ഇമേജ്, അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ, എക്സ് എവിടുന്ന് ഇൻപുട്ട് വാല്യൂ എടുക്കണു അതാണ് നമ്മുടെ ഡൊമെയിന്. അപ്പൊ നമ്മുടെ എക്സിന്റെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ ഇമേജ് ആണ് കിട്ടണേ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എഫ് ഓഫ് 1, എക്സിന് 1 കൊടുത്താൽ എനിക്ക് എന്താ 1 + 1 2 എന്ന് കിട്ടണം. അപ്പൊ 1ന്റെ ഇമേജ് ആണ് 2. അപ്പൊ 1 is the pre-image of 2. 1 is the pre-image of 2. 2 is the image of 1. ഇപ്പൊ നമ്മൾ y എന്നുള്ള സെറ്റിനെ നമ്മൾ കോ-ഡൊമെയിൻ എന്ന് പറയും. ഏതൊക്കെ എലമെന്റ്സ് ഇമേജിൽ വരുന്നോ ആ സെറ്റിനെ നമ്മൾ റേഞ്ച് എന്നും പറയും. ഓക്കെ, ഇതൊക്കെ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് ആണ്. നിങ്ങൾ കഴിയുന്നതും ടൈമിന് ജോയിൻ ചെയ്യൂ, അല്ലെങ്കിൽ ഇത് എപ്പോഴും അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും 5 minutes മുന്നേ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ, ഇപ്പൊ 9:10 ആയി. അപ്പൊ നമ്മൾ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ. നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് ഇൻവേഴ്സ് ഫംഗ്ഷൻ ആണ്. എപ്പോഴാണ് ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവുക? ഡു ഓൾ ഫംഗ്ഷൻസ് ഹാവ് ഇൻവേഴ്സസ്? ഇഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ്, ഹൗ ക്യാൻ വി ഫൈൻഡ് ദം? ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്ഷനിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫംഗ്ഷൻ എന്താ നമുക്ക് മനസ്സിലായി. ഇനി ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? അതൊരു ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഉണ്ടോ? ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ മാത്തമാറ്റിക്കലിയും ചെയ്യും, ജിയോമെട്രിക്കലി ഓൾസോ വി വിൽ സീ ഹൗ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ്. സോ ഇൻവേഴ്സിന്റെ ഡെഫിനേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് യു ഹാവ് വൺ ഫംഗ്ഷൻ y = f of x. സോ y is a function of x. ഇനി y = f of x ന്ന് സപ്പോസ് വി ആർ ഏബിൾ ടു ഫൈൻഡ് x. ഇവിടുന്ന് എക്സിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു ആൻഡ് വി ആർ ഗെറ്റിംഗ് x ഇൻ ടേംസ് ഓഫ് y. എക്സിനെ നമുക്ക് ആസ് എ ഫംഗ്ഷൻ ഓഫ് y എഴുതാൻ പറ്റുക. സോ y = f of x implies x = g of y. അതേപോലെ x = g of y എന്ന് നമ്മൾ yക്ക് സോൾവ് ചെയ്യുമ്പോൾ y = f of x എന്നും കിട്ടുന്നുണ്ട്. ഇതാണ് വൈസ് വേഴ്സ, തിരിച്ചും കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ we say that f and g are inverses of one another.
എഫും ജിയും ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, യു കൺസിഡർ y equal to f of x equal to mx plus b, where m not equal to 0. So what is the എന്തിന്റെ equation now? Y equal to mx plus b. സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. സ്ട്രേറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ് ഹാവിംഗ് സ്ലോപ്പ് m സ്ലോപ്പ് ഉള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ y equal to f of x equal to mx plus b ആണ് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. where m is a non-zero quantity. അപ്പൊ നമുക്ക് ഇവിടുന്ന് y as a function of x ആണ് ഉള്ളത്. ഇനി നമ്മൾ എക്സിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. x as a function of y എന്ന് പറഞ്ഞാൽ y equal to mx plus b ന്ന് we have to solve for x. x എന്താണ് കണ്ടുപിടിക്കുക, അതിനൊരു ഫംഗ്ഷൻ ഓഫ് y ആയിട്ട് എഴുതാൻ പറ്റുമോ നോക്കാം. അപ്പൊ y equal to mx plus b ന്ന് നമുക്ക് എന്ത് കിട്ടും? mx is equal to y minus b എന്ന് കിട്ടും. അപ്പൊ ഞാൻ അവിടുന്ന് x എഴുതാം. എനിക്ക് m കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ബിക്കോസ് m is a non-zero quantity. Non-zero quantity കൊണ്ട് മാത്രമേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, because division by 0 is not possible. So as m is not equal to 0, I can divide with m. So I will get x is equal to y by m minus b by m. m non-zero ആയ കാരണം ഇത് രണ്ടും ഡിഫൈൻഡ് ആണ്, ഈ ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? x as a function of y. x equal to y by m minus b by m. b ഒരു കോൺസ്റ്റന്റ് ആണ്, m കോൺസ്റ്റന്റ് ആണ്, y വേരിയബിൾ ആണ്. അപ്പൊ എനിക്ക് x നെ ഫംഗ്ഷൻ ഓഫ് y എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ എക്സ് RHSൽ എക്സ് ഒന്നും വരുന്നില്ല. സോ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് വൈ. ആ ഫംഗ്ഷൻ എന്താ? ജി ഓഫ് വൈ എന്ന് പറയുന്നത് y by m മൈനസ് ബി ബൈ എം ആണ്. ഇനി ഇവിടുന്ന് ഞാൻ വൈ എക്സിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇതേപോലെ വൈക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെ കിട്ടും. y equal to mx plus b തന്നെ കിട്ടും. സോ എന്താണ്? y equal to f of x whenever x equal to g of y. അപ്പൊ നമുക്ക് ഇവിടെ എന്താ പറയാം? ദിസ് f and g are inverses of each other. f ഉം g യും ഇൻവേഴ്സ് ആണ്. So y equal to f of x now, if you are able to get x as a function of y alone, x equal to g of y കിട്ടിയ അവിടെ വേറെ വേരിയബിൾസ് ഒന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ we say that f and g are inverses of each other. ഈ എക്സാമ്പിളില് f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് m. ഈ ഫംഗ്ഷനില് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഈ എക്സാമ്പിളില് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് എം എക്സ് പ്ലസ് ബി. ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് y by m minus b by m. So y by m minus b by m ഉം mx plus b യും they are inverses of each other. Okay, clear ആയോ? Yes ma'am. Okay. അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെയാണ് ഇൻവേഴ്സ് നോക്കുക എന്ന് മനസ്സിലായി. Now we will see how to find inverses geometrically. Geometrically നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? എഫ് ആൻഡ് ജി, സപ്പോസ് എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ. അപ്പൊ നമുക്ക് എഫിന്റെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് വരയ്ക്കാൻ പറ്റുക? ഓക്കെ, ഗ്രാഫിലാണ് പറയുന്നത്. മാത്തമാറ്റിക്കലി എന്താ പറഞ്ഞ ഞാൻ y as a function of x ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ഫോർ എക്സ്. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് y കിട്ടുകയാണെങ്കിൽ എഫ് ആൻഡ് ജി ആർ ഇൻവേഴ്സസ് ഓഫ് ഈച്ച് അതർ മാത്തമാറ്റിക്കലി. ഇനി ജോമെട്രിക്കലി അല്ലെങ്കിൽ ഫിഗർ വരച്ചിട്ട് എങ്ങനെയാ വെച്ചെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഉണ്ട് എന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് ഉണ്ടെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു ഫ്ലിപ്പ് ദ ഗ്രാഫ് ഓവർ ദ ഡയഗണൽ y equal to x. ഫ്ലിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ടേൺ ചെയ്യുക അബൌട്ട് ദ ലൈൻ y equal to x. y equal to x എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലൈനാണ്, സെന്റർ കൂടെ പോണ ഈ ലൈനാണ് y equal to x. ഈ ലൈൻ വെച്ചിട്ട് ഗ്രാഫിനെ ടേൺ ചെയ്യുക. അപ്പൊ സാധാരണ നമ്മുടെ എക്സ് ആക്സിസ് ഇതും y ആക്സിസ് ഇതാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഈ ലൈൻ വെച്ചിട്ട് ഗ്രാഫിനെ ടേൺ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ എക്സ് ആക്സിസ് എവിടെ ചെല്ലും? ഈ എക്സ് ആക്സിസ് ടോപ്പിൽ വരും, y ആക്സിസ് ഇവിടെ വരും. മനസ്സിലായി? ഇത് വെച്ചിട്ട് നമ്മൾ മറക്കാം. അല്ലെങ്കിൽ നമ്മൾ നോട്ട്ബുക്കിൽ വരയ്ക്കുകയാണെങ്കിൽ നോട്ട്ബുക്കിന്റെ ബാക്ക് സൈഡ് നമ്മൾ വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയാ കിട്ടുക, തിരിച്ചു പിടിച്ച്. ഓക്കെ, അപ്പൊ y equal to x വെച്ച് ആ ഗ്രാഫിനെ മറച്ചിടുക. അപ്പൊ നമുക്ക് കിട്ടണ
ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനെ y ഈക്വൽ ടു എക്സ് വെച്ച് മറിച്ചിട്ടാലും എനിക്ക് y ഈക്വൽ ടു എക്സ് ഇങ്ങനെയാണ്. അപ്പൊ എന്റെ എക്സ് മുകളിലും y ഇവിടെയായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഫിഗർ നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സിമ്പിൾ ഫംഗ്ഷൻ ഇവിടെ എടുക്കുകയാണ്. y ഈക്വൽ ടു -2x + 4. ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കണേ ഗ്രാഫിക്കലി. ഓക്കെ, മാത്തമാറ്റിക്കലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണം, ഇവിടുന്ന് എക്സിന് സോൾവ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ ആയിരിക്കും ഇതിന്റെ ഇൻവേഴ്സ്. എനിക്ക് y ഈക്വൽ ടു -2x + 4 എനിക്കറിയാം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഹാവിംഗ് സ്ലോപ്പ് -2. ഇത് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഏതെങ്കിലും 2 പോയിന്റ്സ് എടുക്കുക. ഏറ്റവും എളുപ്പത്തിന് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസിലും എവിടെയാണ് അത് മീറ്റ് ചെയ്യണേ നോക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എക്സിന് 0 എന്ന് കൊടുത്തു. എക്സിന് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 4, വൈക്ക് 0 കൊടുത്തു. സോ എക്സ് ഈക്വൽ ടു 2. അപ്പൊ എനിക്ക് 2 പോയിന്റ്സ് കിട്ടി, 0, 4, 2, 0. എക്സ് ആക്സിസ് എടുത്തു. എക്സ് ആക്സിസിൽ നമ്മൾ y ആക്സിസ് എടുത്തു, പോയിന്റ്സ് മാർക്ക് ചെയ്തു. എക്സ് 0 ആകുമ്പോൾ y 4 ആണ്. സോ എക്സ് 0, y 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ y ആക്സിസിലെ പോയിന്റ് ആണ്. ഈ പോയിന്റ് ആണ് ഇത് 0, 4 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സ് 0, y 4. അടുത്തതാണ് എക്സ് 2, y 0. എക്സ് 2 എന്ന് പറഞ്ഞാൽ y 0 ആണ്. സോ ഇറ്റ് ഈസ് എ പോയിന്റ് ഓൺ ദ എക്സ് ആക്സിസ്. കാരണം y അവിടെ ഇല്ല. എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് 2. എക്സ് ആക്സിസിൽ 1, 2 മാർക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് 2, 0 എന്നുള്ളത് കിട്ടും. 2 പോയിന്റ് കിട്ടിയാൽ അതിനെ ജോയിൻ ചെയ്യുക. ഈ ലൈനാണ് നമ്മുടെ, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ്, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് y ഈക്വൽ ടു -2x + 4. ഓക്കെ, ഇപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ വരച്ചു, എഫ് വരച്ചു. നമ്മൾ എഫ് എന്താന്ന് വരച്ചു. ഇനി നമുക്ക് ഇതിനെ ഇൻവേഴ്സ് ചെയ്യണം, ഇൻവേഴ്സ് കാണണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് എനിക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെന്റർ കൂടെ പോണ ഈ ഒരു ലൈനാണ്. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ ലൈൻ. ഈ ലൈൻ വെച്ചിട്ട് ഈ ഗ്രാഫിനെ ടേൺ ചെയ്യാം, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഈ ടേൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഈ എക്സ് ആക്സിസിന് പകരം y ആക്സിസ് വരും, y ആക്സിസിന് പകരം എക്സ് ആക്സിസ് വരും. ഓക്കെ, അപ്പോ അതാണ് ഞാൻ ഇവിടെ ആക്സിസ് വരച്ചിരിക്കുന്നത്. എക്സ് ആക്സിസ് ഇവിടെയാവും, y ആക്സിസ് ഇവിടെയാവും. നമ്മൾ ടേൺ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് ഉണ്ടായിരുന്നത്, എക്സ് ഇന്റർസെപ്റ്റ് ഉണ്ടായിരുന്നത് ഇവിടെ 2, 0 ആണ്. അപ്പൊ നമ്മളിത് ടേൺ ചെയ്യുമ്പോൾ ഈ ഇന്റർസെപ്റ്റ് എവിടെ വരും, എക്സ് ആക്സിസിലെ 2, 0. ടേൺ ചെയ്യുമ്പോൾ y ഈക്വൽ ടു എക്സ് വെച്ച് ഞാൻ അത് ടേൺ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക, ഈ പോയിന്റ് ഇവിടെ ആയിട്ട് മാറും, 1, 2 ഇവിടെ വരും. y ആക്സിസിലെ ഇന്റർസെപ്റ്റ് എത്രയാ, 1, 2, 3, 4ലാണ് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇതിനെ മറിച്ചിടുമ്പോ y ഇവിടെ വന്നു. അപ്പൊ എനിക്ക് ഇവിടെ 1, 2, 3, 4 ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഞാനൊരു ലൈൻ വരയ്ക്കുമ്പോ so I will get a line like this. ഓക്കെ, ഇവിടെയാണ് 2, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ വരുന്നു. എക്സും വൈന്റെയും റൂള് മാറി. ഇവിടെ വൈയില് 4 ഡിസ്റ്റൻസിലായിരുന്നു, അത് ഇവിടെ ഇപ്പുറത്തേക്ക് വന്നു. ഓക്കെ, ഇവിടെ എക്സിന് 2 ഡിസ്റ്റൻസ് ആയിരുന്നു, അത് നമുക്ക് വെർട്ടിക്കലി വന്നു, ഇവിടെ വന്നു 2 ഡിസ്റ്റൻസ്. അപ്പോ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് കിട്ടുക. ഇൻവേഴ്സ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, യു ഹാവ് ടു ഫ്ലിപ്പ് ഇറ്റ് അറൌണ്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. y ഈക്വൽ ടു എക്സ് വെച്ചിട്ട് ഗ്രാഫിനെ തിരിച്ചിടുക. ഓക്കെ, മാത്തമാറ്റിക്കലി നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, y ഈക്വൽ ടു -2x + 4. അതൊന്ന് ഇൻവേഴ്സ് കാണണമെങ്കിൽ നമ്മൾ എക്സിന് സോൾവ് ചെയ്യണം. ഓക്കെ, സോ -2x is equal to y - 4. So x is equal to, x നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, y - 4/-2. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി, -y/2 + 2. സോ x എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് 2 - y/2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ g of y. G of y. So x is equal to g of y.
ഗ്രാഫ് കിട്ടിയല്ലോ. ഇനി നമ്മൾ ഇപ്പൊ ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇൻവേർട്ട് ചെയ്യും. പിന്നെയുള്ള സ്റ്റെപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഇന്റർചേഞ്ച് ദ റോൾ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എക്സും വൈനെയും റീപ്ലേസ് ചെയ്യണു. ഇന്റർചേഞ്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് എക്സ്, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് എന്താ, എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ ബൈ 2. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, എക്സും വൈ, അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ജി ഓഫ് വൈ, ഇത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, എക്സും വൈനെയും ഇന്റർചേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞാൽ എക്സ് കാണുന്നിടത്ത് വൈ എഴുതും, വൈ കാണുന്നിടത്ത് എക്സ് എഴുതും. കാരണം നമുക്ക് ഗ്രാഫില് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, എക്സ് വൈ ഇങ്ങനെയാണ് എഴുതുക. ഓക്കെ, ഗ്രാഫ് നമുക്ക് സെയിം ഇതേപോലെ തന്നെ കിട്ടും. 2 4 അങ്ങനെ തന്നെ കിട്ടും. ഓക്കെ, എക്സും വൈനെയും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി, വൈ ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 2. ഇവിടെ എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ ബൈ 2 ആയിരുന്നു. അപ്പൊ ദിസ് ഇസ് അവർ ജി ഓഫ് എക്സ്. ജി ഓഫ് വൈ ആയിരുന്നു, വൈക്ക് പകരം എക്സ്, എക്സും വൈനും ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ജി ഓഫ് എക്സ് എഴുതാൻ പറ്റി. അപ്പൊ ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. അപ്പൊ ഗ്രാഫിക്കലി നമ്മൾ ഇൻവേഴ്സ് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടേ, ഫസ്റ്റ് യു ഇൻവേർട്ട് അബൌട്ട് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. വൈ ഈക്വൽ ടു എക്സ് വെച്ചിട്ട് ഗ്രാഫിനെ തിരിച്ചിടുക. ഗ്രാഫിനെ തിരിച്ചിടുമ്പോ എക്സ്, ഈ വൈ ആക്സിസ് ഇപ്പുറത്തേക്ക് വരും, എക്സ് ആക്സിസ് ഇങ്ങോട്ട് പോകും. അപ്പൊ എക്സും വൈയും മാറും. എന്നിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് മാറുമ്പോ ഈ വൈ ഇവിടെ ഉള്ളത്, ഇവിടെ 4 ഇന്റർസെപ്റ്റ് ഇങ്ങനെയാണ് വരിക, ഇവിടെ 2, ഗ്രാഫ് മാറും. ഇപ്പൊ നമുക്ക് ഇവിടെ എക്സും വൈയും ഇങ്ങനെയാണ്, പക്ഷെ നമുക്ക് വൈ എക്സ് ആയിട്ട് വേണം. സോ വി ഇന്റർചേഞ്ച്, റീനെയിം ദ വേരിയബിൾസിനെ നമ്മൾ റീനെയിം ചെയ്യും. എന്താ ചെയ്യേണ്ടത്, എക്സിന് പകരം വൈയും വൈക്ക് പകരം എക്സ് ആക്കും. ഇതില് ഈ ഗ്രാഫിൽ നമ്മൾ എക്സിന് പകരം വൈയും വൈക്ക് പകരം എക്സും. അപ്പൊ നമുക്ക് എക്സ് ആക്സിസിൽ എക്സ് തന്നെ കിട്ടും, വൈ ആക്സിസിൽ വൈ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് ഈക്വൽ ടു 2 മൈനസ് വൈ ബൈ 2 എന്നാണ് ഇതിന്റെ ഇക്വേഷൻ, ഈക്വൽ ടു ജി ഓഫ് വൈ. അപ്പം എക്സിന് പകരം വൈ ആക്കുമ്പോൾ വൈ ഈക്വൽ ടു 2 മൈനസ് എക്സ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ലെ, നമുക്ക് അല്ലെങ്കിൽ കുറച്ചും കൂടിയും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടിയും ക്ലിയർ ആവും. എല്ലാ ഫംഗ്ഷൻസിനും ഇൻവേഴ്സ് ഉണ്ടാവണം എന്നില്ല. വി വിൽ സീ ഇറ്റ് ലേറ്റർ. ഇൻവേഴ്സ് ഇല്ലാത്ത ഫംഗ്ഷനും നമുക്ക് കാണാം. ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ഡെഫിനേഷൻ എന്താണ്, ജി ഓഫ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, ദിസ് ഷുഡ് ഇംപ്ലൈ ദിസ്, ആൻഡ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഷുഡ് ഇംപ്ലൈ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ, ആൻഡ് വൈസ് വേഴ്സ. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ വി ഡിനോട്ട് ഇറ്റ്സ് ഇൻവേഴ്സ് ബൈ എഫ് ഇൻവേഴ്സ്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, എഫ് ഇൻവേഴ്സ്. നമ്മൾ നേരത്തെ ജി ആണ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു, സോ വി ഡിനോട്ട് ജി ബൈ എഫ് ഇൻവേഴ്സ്. Now, f inverse കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക, നമുക്ക് y equal to, we have y equal to f of x, then solve for x in terms of y. നമ്മൾ നേരത്തെ ചെയ്ത പോലെ y ഒരു ഫംഗ്ഷൻ കിട്ടും. നമുക്കത് സൊല്യൂഷൻ യൂണീക്ക് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് x equal to g of y എഴുതാം. g എന്ന് പറഞ്ഞാൽ f inverse ആണ്. The graph of f inverse, inverse of f, g the graph is obtained by that of f by flipping the figure to interchange the horizontal and vertical axis. Figure ne nammal flip cheya, appo horizontal and vertical axis um interchange avum. ചിലപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ചിലപ്പോൾ അതിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ ചില കേസിൽ ഡൊമൈനെ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവില്ല, ബട്ട് ഇഫ് യു റെസ്ട്രിക്ട് ദ ഡൊമൈൻ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് നമ്മൾ ഇനി കാണും. ഓക്കെ, അപ്പം ഒരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. Find an inverse function for f of x equal to x cube. Graph f and its inverse. നമ്മുടെ ഫംഗ്ഷൻ ആണ് ഇവിടെ f of x equal to x cube. അതിന്റെ ഒരു ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെ സോൾവ് ചെയ്യുക, y equal to x cube.
y equal to f of x x cube ആണ്. ഇവിടുന്ന് നമ്മൾ x കണ്ടുപിടിക്കണം. സോ x എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇറ്റ് ഇസ് ക്യൂബ് റൂട്ട് ഓഫ് y. സോ ക്യൂബ് റൂട്ട് ഓഫ് y, ഇവിടെ നമ്മൾ x ക്യൂബ് കൊടുത്താൽ y തന്നെ കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ g of y. ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് y alone. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം, ബിക്കോസ് ക്യൂബ് റൂട്ട് ഓഫ് y എല്ലാം ഡിഫൈൻഡ് ആണ്. So f and g are the inverses of each other. അപ്പൊ g of y എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമുക്ക് ഇൻവേഴ്സ് എന്ത് കിട്ടി? g of y എന്ന ഫംഗ്ഷൻ ക്യൂബ് റൂട്ട് ഓഫ് y എന്ന് കിട്ടി. ഇനി നമ്മൾ ആസ് എ ഫംഗ്ഷൻ ഓഫ് x എഴുതുകയെന്ന് വിചാരിക്കുക. ആസ് എ ഫംഗ്ഷൻ ഓഫ് x എഴുതുകയാണെങ്കിൽ g of x ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് x. ഇതായിരിക്കും ഇൻവേഴ്സ്. ഓക്കെ, g of y നമ്മൾ എഴുതി. ഇനി g of x എഴുതുകയാണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് x. അപ്പോ എഫിന്റെ ഇൻവേഴ്സ് ജി ആണ്. ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എഴുതിപ്പോ വൈക്ക് പകരം എക്സ് ഇട്ടു, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ ഗ്രാഫിക്കലിയും ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫ്ലിപ്പ് ചെയ്തു, പിന്നെ എക്സും വൈനും ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇന്റർചേഞ്ച് ചെയ്ത സ്റ്റെപ്പാണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് ഗ്രാഫിക്കലി ഇതൊന്നും കൂടി നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. മാത്തമാറ്റിക്കലി നമുക്ക് കിട്ടിയതിന് ഇൻവേഴ്സ് ഉണ്ട്. ഗ്രാഫിക്കലി എങ്ങനെയാ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലോട്ട് ചെയ്യണം. പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് വാല്യൂസ് എടുക്കുക. 0 ഇതിന്റെ വാല്യൂ 0 ആണ്. 1 1 ആണ്. 1 ക്യൂബ് ഇസ് 1. 2 വാല്യൂ 8 എന്ന് വരും അല്ലെ? അതേപോലെ -1 ആണെങ്കിൽ വാല്യൂ -1 എന്ന് വരും. -1 ക്യൂബ് ഇസ് -1. അപ്പൊ നമ്മളിത് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കർവ് ആണ് കിട്ടുന്നത്, ഒരു സ്മൂത്ത് ആയിട്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഗ്രാഫ് വരുന്നത്. ഇനി നമ്മൾ ജിയോമെട്രിക്കലി നോക്കുക എങ്ങനെയാണ് ഇതിന്റെ ഇൻവേഴ്സ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതിനെ ഇൻവേർട്ട് ചെയ്യാണ്. ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ്. അപ്പോ ഇതാണ് ലൈൻ y ഈക്വൽ ടു എക്സ്. ഈ ലൈൻ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രാഫിനെ മറിച്ചിടുക. ഓക്കെ, മറിച്ചിടുമ്പോ എന്താ ഉണ്ടാവുക? ഈ എക്സ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോവും, എക്സ് ഇപ്പുറത്തേക്ക് പോവും, y നമ്മുടെ എക്സിന്റെ സ്ഥലത്തേക്ക് വരും. ഈ ലൈൻ വെച്ചിട്ടല്ലേ നമ്മൾ ഇതിനെ മറിച്ചിടുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുക? മറിച്ചിടുമ്പോ ഇത് ഇങ്ങനെയായിരുന്നു. നമ്മളതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോ, ഫ്ലിപ്പ് ചെയ്യുമ്പോ എന്തുണ്ടാവും? ഈ ഭാഗം ഇങ്ങനെയായിട്ട് വരും. മനസ്സിലാവുണ്ടോ? ഇത് ഇങ്ങനെയായിരുന്നു, നമ്മളതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെയായിട്ട് വരും. അതേപോലെ താഴത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഗ്രാഫ് ഇങ്ങനെയാണ്. നമ്മൾ എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് തിരിഞ്ഞു പോവില്ലേ, ഇങ്ങോട്ട് വരും. ഇത് ഇങ്ങനെ വരും, പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് പുതിയൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. ഇതിന്റെ ഫ്ലിപ്പിംഗ് ആണ് ഇത്. ഓക്കെ, ഈ പിങ്ക് ആണ് ഇതിന്റെ ഫ്ലിപ്പിംഗ്. ബ്ലാക്ക് നമ്മുടെ ഒറിജിനൽ ഫിഗർ ആണ്. ഇത് രണ്ടും കൂടി ഞാൻ ഒന്നിൽ കാണിച്ചു. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എക്സ് ക്യൂബ്. ഞാൻ അതിനെ ഫ്ലിപ്പ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയതാണ് ഇത്. എബൌട്ട് ദ ലൈൻ y ഈക്വൽ ടു എക്സ് വെച്ച് ഫ്ലിപ്പ് ചെയ്തു. അപ്പൊ ആ ഗ്രാഫ് ഇവിടെ ഒന്നും കൂടി കാണിച്ചിരിക്കുന്നു. ഇതാ ഈ ഗ്രാഫ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ. എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ നമുക്ക് കിട്ടി. ഇപ്പൊ നമുക്ക് നമ്മൾ ഫ്ലിപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ വേരിയബിൾസിന് റീനെയിം ചെയ്യാണ്. റീനെയിം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിന് പകരം വൈയും വൈക്ക് പകരം എക്സും ആക്കുക. ഈ ഗ്രാഫില് വൈക്ക് പകരം എക്സ്, അപ്പൊ ഇവിടെ നമുക്ക് എക്സ് കിട്ടി, എക്സിന് പകരം വൈ കിട്ടി. ഇനി എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് വൈ. അതല്ലേ നമുക്ക് ഇൻവേഴ്സ് കിട്ടിയത്. അപ്പൊ മാത്തമാറ്റിക്കലി ആണ് പറയുന്നത്. അപ്പൊ നമ്മൾ എക്സിന് പകരം വൈ ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, ജി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എക്സ്. അപ്പൊ ഈ ജി ആണ് എഫിന്റെ ഇൻവേഴ്സ്. കാരണം ക്യൂബ് റൂട്ട് ഓഫ് എക്സ് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ ആണോ എന്നും ചെക്ക് ചെയ്യണം. ഓക്കെ, ഒരു പോയിന്റിന് ഒരു ഇമേജ്, ഒരു പോയിന്റിന് ഒരു ഇമേജ് ഉണ്ട്, എല്ലാ പോയിന്റിനും ഒരു ഇമേജ് ഉണ്ട്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ പോയിന്റിനും ഒരു ഇമേജ് ഉണ്ടാവും. സോ ദിസ് ഇസ് ഓൾസോ എ ഫംഗ്ഷൻ. അപ്പൊ ഇത് വെൽ ഡിഫൈൻഡ് ആണ്. ഇൻവേഴ്സ് ഇസ് ഓൾസോ വെൽ ഡിഫൈൻഡ്. ഇറ്റ് എക്സിസ്റ്റ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ്. എവിടെയും ഇൻഫിനിറ്റി ഒന്നും ആയി പോകില്ല, ഇത് എല്ലായിടത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So the inverse of the function f of x equal to x cube is
the function g of x equal to cube root of x. Clear ആയോ? Yes, ma'am. Okay. ഇനി ഇതാണ് ഇവിടെ നമ്മൾ പറഞ്ഞ y equal to cube root of x ആണ് നമ്മുടെ ഇൻവേഴ്സ് നമ്മൾ ലാസ്റ്റ് എഴുതുക. നോട്ട് എവറി ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ്. എല്ലാ ഫംഗ്ഷനും ഇൻവേഴ്സ് ഇല്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. കൺസിഡർ ദ ഫംഗ്ഷൻ y equal to f of x equal to x square. x square എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫംഗ്ഷൻ ആണ്. y equal to x square അല്ലെ, ഒരു പാരബോള പോലെയാണ് വരിക. അപ്പൊ നമുക്ക് y equal to x square ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യണത്. ഇപ്പൊ ഞാൻ ഡൊമൈൻ എടുത്തുകൊണ്ട് ഫുൾ r ആണ്, R2 ഫുൾ. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഞാൻ എക്സിന് സോൾവ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? സ്ക്വയർ റൂട്ട് ആയ കാരണം x equal to എനിക്ക് പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് y എന്ന് കിട്ടും. ഈ പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് y എന്നുള്ള കിട്ടിയപ്പോ എനിക്ക് ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട്, പ്ലസും മൈനസും. ഓക്കെ, അപ്പൊ ജോമെട്രിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. y equal to x സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുക. നമുക്കറിയാം y equal to x സ്ക്വയർ. അറിയാത്തവര് പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് നോക്കുക. y equal to x സ്ക്വയറിന്റെ ഗ്രാഫ് ഇതാണ്. y equal to x സ്ക്വയർ ഇങ്ങനെ ഒരു പാരബോളയാണ് അല്ലെ. ഇനി ഇതിനെ നമ്മള് about the line y equal to x invert ചെയ്യണം. So this is the line y equal to x. y equal to x വെച്ച് നമ്മൾ ഇതിനെ ഇൻവേർട്ട് ചെയ്യണു, മറിച്ചിടണു. അപ്പൊ ഈ x ആക്സിസ് ഇവിടെ വരും, y ആക്സിസ് ഇവിടെ വരും. അപ്പൊ ഈ ഒരു ലൈൻ വെച്ചിട്ടാണ് നമ്മൾ നോക്കണേ. പിങ്ക് എടുക്കുക. ഈ ബ്ലാക്കിന്റെ ഈ ഒരു പോർഷൻ മനസ്സിലാവുണ്ടോ എന്ന് ചോദിക്കുന്നു. ഈ ഒരു ലൈൻ ഇതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഇത് എവിടെ പോവും? ഇത് ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ തന്നെ മുട്ടും. അങ്ങനെ ബ്ലാക്ക് ഈ പോർഷൻ നെഗറ്റീവ്, എക്സ് നെഗറ്റീവ് ആയുള്ള ഈ ഒരു പോർഷൻ ഇതിനെ ഞാൻ ഇൻവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മറിച്ചിടുകയാണ്. അപ്പൊ എന്താവും? ഇത് ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഈ പിങ്ക് ആണ് അതിന്റെ ഇൻവേർട്ട് ചെയ്ത് വരിക. ഇതാണ് അതിനെ ഇൻവേർട്ട് ചെയ്ത് വരിക. ബ്ലാക്ക് ഒറിജിനൽ y equal to x സ്ക്വയർ ആണ്. അപ്പൊ ആ ഫിഗർ ആണ് ഇത് ഇവിടെ വരച്ചിരിക്കുന്നു. എക്സ് വൈ ഇങ്ങനെ ഒരു പാരബോള അവിടെ കിട്ടിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതൊരു ഫംഗ്ഷൻ ആണോ? ഇതൊരു ഫംഗ്ഷൻ ആണോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ എന്താണ് കുറച്ച് ഗ്രാഫിക്കലി ഡിസ്കസ് ചെയ്തില്ലേ? ഫംഗ്ഷൻ ആവില്ല. കാരണം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അതിന്ന് നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പോ ഇതും അതിന്റെ ഇമേജ് ആണ്. ഈ പോയിന്റും ഇമേജ് ആണ്, ഈ പോയിന്റും ഇമേജ് ആണ്. അപ്പൊ ഒരു പോയിന്റിന് രണ്ട് ഇമേജ് ഉണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. അത് നമുക്ക് മാത്തമാറ്റിക്കലി എങ്ങനെയാ കിട്ടണേ? നമുക്ക് എക്സ് ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് റൂട്ട് വൈ കിട്ടി. അപ്പൊ പ്ലസ് റൂട്ട് വൈയും ഒരു വാല്യൂ ആണ്, മൈനസ് റൂട്ട് വൈയും ഒരു വാല്യൂ ആണ്. അതാണ് ഇവിടെ പോസിറ്റീവ് സൈഡും ഇവിടെ നെഗറ്റീവും ഒരു വാല്യൂ ആണ്. അപ്പൊ ഒരു എലമെന്റിന്റെ ഇമേജിൽ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഇൻവേർട്ടബിൾ. y equal to x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ അല്ല. ഒരു റീസൺ ആണ് ഇവിടെ എക്സിന് രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്താ? എനിക്കിവിടെ രണ്ടാമത്തെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും എല്ലാ വാല്യൂസിലും ഇത് ഡിഫൈൻഡ് അല്ല. കാരണം റൂട്ട് ഓഫ് y വരുമ്പോ y നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. y നെഗറ്റീവ് ആയ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളില് നെഗറ്റീവ് വന്നാൽ അവിടെ കോംപ്ലക്സ് നമ്പർ ആയി മാറും, i ആയിട്ട് മാറും. അത് സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ് നമ്മുടെ i. നിങ്ങൾ കോംപ്ലക്സ് നമ്പേഴ്സ് അടുത്ത സെമിസ്റ്ററിൽ ഡീറ്റെയിലിൽ പഠിക്കും. ഓക്കെ, അപ്പോ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാൽ അത് കോംപ്ലക്സ് നമ്പറാ, റിയൽ അല്ല. അപ്പൊ കോംപ്ലക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നെഗറ്റീവ്സിന് ഇമേജ് ഇല്ല. കാരണം ഇവിടെ ഈ -1 എനിക്ക് ഇമേജ് ഇല്ല. ഈ ഗ്രാഫ് ഇവിടെ മാത്രമേ ഉള്ളൂ. -1, -2, -3 ഇതിനൊന്നും എനിക്ക് ഇമേജ് ഇല്ല.
അപ്പൊ ഞാൻ പറഞ്ഞു ഫംഗ്ഷൻ ആവണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ പോയിന്റിനും ഒരു ഇമേജെങ്കിലും വേണം. ഓക്കെ, അപ്പൊ രണ്ട് റീസൺ ഉണ്ട് ഇവിടെ ഇത് ഇൻവേർട്ടബിൾ ആവാത്തത്. ഒന്നാമത്തെ കാര്യമാണ് ഒരു പോയിന്റിന് രണ്ട് വാല്യൂസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം റൂട്ട് വൈയില് വൈ നെഗറ്റീവ് ആയാൽ അതിന് വാല്യൂസ് വരുന്നില്ല, കോംപ്ലക്സ് നമ്പർ ആണ് വരണേ, അത് ഇവിടെ ഇല്ല. നമ്മൾ റിയൽ നമ്പേഴ്സിലാണ് ഇത് കൺസിഡർ ചെയ്യണം. അപ്പോൾ ദിസ് ഫംഗ്ഷൻ ഇസ് നോട്ട് ഇൻവേർട്ടബിൾ ആസ് സച്ച്. പക്ഷെ നമുക്ക് ഇതിനെ ഇൻവേർട്ടബിൾ ആക്കാം. എങ്ങനെ? നമ്മുടെ ഡൊമെയിനെ നമുക്ക് റീഡിഫൈൻ ചെയ്യാം, റെസ്ട്രിക്ട് ചെയ്യാം. എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം? നമ്മൾ പറയുന്നു നമ്മുടെ ഇപ്പോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. മൊത്തം ഡൊമെയിൻ ഉണ്ട്, -∞ to ∞ മൊത്തം ഉണ്ട്. നമ്മൾ പറയുന്നു ഡൊമെയിൻ അത്രയും വേണ്ട, ക്ലോസ്ഡ് 0 ഓപ്പൺ ഇത്ര മതി, 0 ∞, പോസിറ്റീവ് പാർട്ട് മാത്രം മതി എന്ന് നമ്മൾ എടുക്കുകയാണ്. പോസിറ്റീവ് പാർട്ട് മാത്രം എടുക്കുമ്പോ എന്താ, നമുക്ക് ഈ നെഗറ്റീവ് സൈഡ് ഇല്ല, ഈ പാർട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഈ പാർട്ട് ഉണ്ടാവില്ലെങ്കിൽ എനിക്ക് ഗ്രാഫില് എന്താ ഉള്ളൂ, ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിന് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പോസിറ്റീവ് പാർട്ടിൽ മാത്രമേ ഉള്ളൂ, 0 to ഇതിങ്ങനെ പോവാണ്, നെഗറ്റീവ് പാർട്ട് ഇല്ല. ഞാൻ റെസ്ട്രിക്ട് ചെയ്തു ഡൊമെയിനെ. എക്സ് ടേക്സ് വാല്യൂസ് ഓൺലി ഫ്രം 0 to ∞. ഇപ്പൊ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്, എപ്പോഴും പോസിറ്റീവ് ആണ്, അപ്പൊ ഈ പാർട്ട് മാത്രമേ ഉള്ളൂ എനിക്ക്. ഇനി ഇതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അബൌട്ട് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. ഞാൻ ഇതിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്, ഐ വിൽ ഗെറ്റ് ഓൺലി ദിസ് പാർട്ട്. ഇവിടെയും എന്റെ ഡൊമെയിനിൽ ഞാൻ പറയുന്നു മൊത്തം ഇല്ല, നമ്മുടെ സെറ്റ് 0 to ∞ മാത്രമേ ഉള്ളൂ, ഈ പാർട്ട് ഇല്ല. നമ്മുടെ ഡൊമെയിൻ തന്നെ നമ്മൾ അതിനെ മാറ്റി. ഓക്കെ, അപ്പോ ഈ കേസിൽ അതൊരു ഫംഗ്ഷൻ ആവും. ഈ കേസിൽ അതൊരു ഫംഗ്ഷൻ ആവും. നോക്കാം. Let us restrict the domain of f of x equal to x square to 0 ∞. 0 ∞ ഇനി നമ്മൾ പറയുന്നത്. അപ്പൊ f of x equal to x square in 0 പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. സോ y equal to x square implies x equal to root y. എക്സിന് മൈനസ് വാല്യൂ ഇല്ല. ഓക്കെ, റൂട്ട് വൈ ആണ്. അപ്പൊ g of y എന്തായി? g of y is root y. ഇവിടുത്തെ ഡൊമെയിനും 0 ∞ ആണ്. ഇങ്ങനെ നമ്മൾ ഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്താൽ നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ, ഇത് 0 ആണ്, നെഗറ്റീവ് ഇല്ല. അതിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തു, അബൌട്ട് ദ ലൈൻ വൈ ഈക്വൽ ടു എക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ജി ഓഫ് വൈ. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ ഈക്വൽ ടു റൂട്ട് വൈ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സും വൈനും ഇന്റർചേഞ്ച് ചെയ്യുക. ഈ ഗ്രാഫിൽ എന്താ കിട്ടിയേ? അവിടെ എക്സും വൈനെയും മാറ്റിയിടുക. അപ്പൊ എക്സിന് പകരം വൈയും വൈക്ക് പകരം എക്സ് ആയി. ഗ്രാഫ് അതേപോലെ തന്നെ വരയ്ക്കുക. ഇവിടെ എന്തായി? വൈ ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ് റൂട്ട് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡൊമെയിൻ 0 to ∞ ആക്കിയപ്പോ നമുക്ക് ഇൻവേഴ്സ് ഉണ്ട് എന്ന് കിട്ടി. അപ്പൊ ചില ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഡൊമെയിനെ റെസ്ട്രിക്ട് ചെയ്ത് പോസിറ്റീവ് സൈഡിലേക്കാണ്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ഡൊമെയിനെ നെഗറ്റീവിലേക്ക് മാത്രമായിട്ടും റെസ്ട്രിക്ട് ചെയ്യാം. അപ്പോഴും നമുക്കത് ഇൻവേർട്ടബിൾ ആയിട്ട് കിട്ടും. എന്ന് പറഞ്ഞാൽ -∞ to 0 ചെയ്യാം മാത്രം, നെഗറ്റീവ് വാല്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്താലും നമുക്ക് ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ചില ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാ അതിന്റെ ഇൻവേഴ്സ് ജിയോമെട്രിക്കലി എങ്ങനെയാ സ്കെച്ച് ചെയ്യാൻ നോക്കാം. ഇപ്പോ ജിയോമെട്രിക്കലി സ്കെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് വരയ്ക്കണമെങ്കിൽ we have to flip it around the line y equal to x. y equal to x എന്ന് പറഞ്ഞ ലൈനിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ x ആക്സിസും y ആക്സിസും മാറും. അപ്പൊ നമ്മളത് ഓരോ ഫംഗ്ഷന്റെയും
എങ്ങനെയാണ് ചെയ്യാന്ന് ഇവിടെ നോക്കുക. അപ്പൊ ഈ 3 ഫങ്ഷൻസ് നിങ്ങൾ നോക്കുക. നമ്മൾ ഇവിടെ താഴെ അതിന്റെ ഇൻവേഴ്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ അപ്പോ എന്താ നമ്മളിവിടെ ചെയ്യുന്നത്? y ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞൊരു ലൈൻ വരച്ചിട്ട് ഇതിനെ ഇൻവേർട്ട് ഫ്ലിപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതിനെ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ y ആക്സിസ് ഇവിടെ y ആയി വരും, ഇവിടെ എക്സ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇത് വൈയിൽ എന്താ ഇവിടുന്നാണ് തുടങ്ങുന്നത്, കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇവിടുന്ന് തുടങ്ങുന്നു. അപ്പൊ എക്സിലും ഇതേപോലെ തന്നെ ഉണ്ടാവും അല്ലെ, കാരണം ഇതിൽ നമ്മൾ തിരിച്ചിട്ടപ്പോ വൈ ഇവിടെയായി, വൈ താഴെയായി, ഹൊറിസോണ്ടലായി, എക്സ് വെർട്ടിക്കലായി. അപ്പൊ നമുക്ക് ഈ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. ഇതേ ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിൽ തുടങ്ങി ഇങ്ങനെ വരും. അപ്പൊ ഇതാണ് നമ്മുടെ ഇതിന്റെ ഇൻവേഴ്സ്, എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. ഇവിടെ ഫംഗ്ഷൻ എന്താന്ന് തന്നിട്ടില്ല, ഗ്രാഫ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ബിയിൽ നമുക്ക് ഗ്രാഫ് എങ്ങനെയാണ് തന്നിക്കുന്നത്? ശരിക്കും 1/xന്റെ ഗ്രാഫാണ്, ഇങ്ങനെ ഒരു ഗ്രാഫ്. ഇവിടെ y ഈക്വൽ ടു എക്സ് വെച്ച് ഇൻവേർട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഇത് അബൌട്ട് y ഈക്വൽ ടു എക്സ് സിമെട്രിക് അല്ലേ, ഇവിടെ ഇങ്ങനെ ഇവിടെയും ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനെ ഇൻവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതേപോലെ ഒരു ഗ്രാഫ് കിട്ടും. സിമെട്രിക് ആണല്ലോ ഇത്. y ഈക്വൽ ടു എക്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ y ഈക്വൽ ടു എക്സിന്റെ ഇപ്പുറം ഇപ്പുറം ഒരേപോലെയാണ് ഗ്രാഫ് പോണേ. അപ്പൊ നമ്മൾ ഇതിനെ മറിച്ചിട്ടാലും ആകെ വ്യത്യാസം വരിക, ഇവിടെ y ആക്സിസ് വരും, ഇവിടെ x ആക്സിസ് വരും, ബാക്കിയൊക്കെ സെയിം. സോ എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. എയുടെ ഗ്രാഫ്, ബിയുടെ ഗ്രാഫ്. സി നോക്കണം. സി എന്ന് പറയുന്നത് നമുക്ക് ഈ y ആക്സിസിൽ ഈ ഒരു പോയിന്റിൽ തുടങ്ങുന്നു, എക്സിൽ ഇവിടെ ടച്ച് ആയിട്ടില്ല, ഇങ്ങനെയാണ് ഗ്രാഫ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അഗെയിൻ നമ്മൾ y ഈക്വൽ ടു എക്സ് വെച്ച് ഇൻവേർട്ട് ചെയ്യുക, അതിനെ മറിച്ചിടുക. അപ്പൊ നമുക്കറിയാം ഇത് താഴെ ടച്ച് ചെയ്യും, മുകളിൽ ടച്ച് ചെയ്യാതെ അതിന്റെ അടുത്ത് വരെ കിടക്കും. അപ്പൊ ഞാൻ ഇതിനെ y മാർക്ക് ചെയ്തു, ഇതിനെ എക്സ് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതേ നേച്ചർ തിരിച്ച് ഇതിനെ നമ്മൾ തിരിച്ചിടുകയാണ്. ഓക്കെ, y ഈക്വൽ ടു എക്സ് വെച്ച് തിരിച്ചിടുകയാണ്. അപ്പൊ ഇവിടെ ടച്ച് ആയിട്ട് വരും, പിന്നെ y ആക്സിസിന്റെ അടുത്ത് വരെ ഇങ്ങനെ എത്തും. അപ്പൊ ഇവിടെ y ആക്സിസ് ഇവിടെയായി. അപ്പൊ നമുക്ക് ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ പോയി ഇത് ഇതിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരും. ഇത് നമ്മുടെ എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് വൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്റ്റുഡൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിത് പെട്ടെന്ന് ഇതില്ല, കുറച്ചും നിങ്ങൾ 2-3 വട്ടം നോക്കൂ, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും എങ്ങനെയാണ് നമ്മൾ ഇൻവേർട്ട് ചെയ്യണേന്ന്. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതിനെ നമ്മൾ പറയാ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്നും പറയും. ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെങ്കിൽ, ഫംഗ്ഷൻ ഇസ് ഇൻവേർട്ടബിൾ ഇഫ് ഈച്ച് ഹൊറിസോണ്ടൽ ലൈൻ മീൻസ് എ ഗ്രാഫ് ഇൻ അറ്റ് മോസ്റ്റ് 1 പോയിന്റ്. നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുമ്പോൾ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ച ഗ്രാഫിന്റെ എവിടെ വേണമെങ്കിലും ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അത് ഗ്രാഫിനെ മാക്സിമം ഒരു പോയിന്റിലെ ടച്ച് ചെയ്യാൻ പാടുള്ളൂ, അറ്റ് മോസ്റ്റ് 1 പോയിന്റ്. ഓക്കെ, മാക്സിമം ഒരു പോയിന്റിൽ, ഒന്നിലധികം പോയിന്റിൽ അത് ഗ്രാഫിനെ ടച്ച് ചെയ്യാൻ പാടില്ല ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ. നേരത്തെ നമ്മൾ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെർട്ടിക്കൽ ലൈൻ ആണ് വരച്ചത്. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. ഹൊറിസോണ്ടൽ ലൈൻ ഇഫ് ഇറ്റ് ടച്ചസ് ദ ഗ്രാഫ് ഇൻ അറ്റ് മോസ്റ്റ് 1 പോയിന്റ്, മാക്സിമം ഒരു പോയിന്റിൽ അത് ടച്ച് ചെയ്യുള്ളൂ വെച്ചെങ്കിൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് പ്രോബ്ലം കണ്ടതിൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ നമ്മൾ കണ്ടു. മൊത്തം ഡൊമെയിൻ നമ്മൾ മൊത്തം R ക്രോസ് R അല്ലെങ്കിൽ R2 എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിന് ഇൻവേഴ്സ് ഇല്ല. കാരണം ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഈ പോയിന്റിലും ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുണ്ട്, 2 പോയിന്റിൽ ഇത് ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതിന് ഇൻവേഴ്സ് ഇല്ല. പക്ഷെ ഞാൻ ഡൊമൈനെ റെസ്ട്രിക്ട് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെയാ കിട്ടി. ഇവിടെ ഞാൻ എത്ര ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാലും 1 ലൈൻ വിൽ ഇന്റർസെക്ട് ദ ഗ്രാഫ് അറ്റ് മോസ്റ്റ് 1 പോയിന്റ്. മാക്സിമം ഒരു പോയിന്റിലേ അത് ഗ്രാഫിനെ ടച്ച് ചെയ്യുള്ളൂ, അപ്പൊ അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതേപോലെ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യണം. ഒരു ലൈൻ, ഇപ്പൊ ഫസ്റ്റ് ഗ്രാഫിൽ ഞാൻ ലൈൻ വരയ്ക്കുമ്പോ
it touches the graph only at one point ആണെങ്കിൽ the function will have an inverse. If it touches the graph more than one point, then it will not have an inverse. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്താ പറയാം? എനെ കുറിച്ച് എന്താ പറയാം? ഗ്രാഫ് ഇൻവേർട്ടബിൾ ആണ്. കാരണം ഗ്രാഫ് എയിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുമ്പോൾ അത് ഒരു പോയിന്റിലെ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ അത് ഇൻവേർട്ടബിൾ ആണ്. സോ ദിസ് ഗ്രാഫ് ഇസ് ഇൻവേർട്ടബിൾ. നമുക്ക് ഇത് എന്തിന്റെ ഗ്രാഫാന്നൊന്നും അറിയില്ല. നമ്മൾ വെറുതെ ഒരു ഗ്രാഫ് തന്നു ചെക്ക് ചെയ്യണം. ബിനെ കുറിച്ച് എന്താ പറയാം? ഇൻവേർട്ടബിൾ അല്ല. എന്താ റീസൺ? വെരി ഗുഡ്, വെരി ഗുഡ്, ഗുഡ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഈ പോയിന്റിലും ഒക്കെ അത് ടച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ അത് ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഗ്രാഫിനെ ടച്ച് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ഇൻവേർട്ടബിൾ. വാട്ട് അബൌട്ട് സി? ഇൻവേർട്ടബിൾ ആണ്. സി ഇൻവേർട്ടബിൾ ആണ്. കാരണം ഇത് ഗ്രാഫിന് ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു പോയിന്റിലെ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് അധികം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലല്ല, നമ്മള് ഈ വേറെ നെറ്റ് അല്ലെങ്കിൽ ഗേറ്റ് അങ്ങനത്തെ എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അവിടെയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. ഗ്രാഫിക്കലി തന്നിട്ട് അതിന് ഇൻവേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തരിക, നമുക്ക് അതിന്റെ ഗ്രാഫ് അറിയുകയും വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് വരച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം. ആ ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടോ, അത് ഫംഗ്ഷൻ ആണോ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു ഒരു പ്രോബ്ലം എക്സാമ്പിൾ ആയിട്ട് ചെയ്യണം. Let f of x equal to 2x minus 3 by 5x minus 7, where the domain of f excludes 7 by 5. Find f inverse and its domain. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ y equal to f of x എന്താന്ന് തന്നിട്ടുണ്ട്. ഡൊമെയിനില് 7 by 5 എന്നുള്ള പോയിന്റ് ഇല്ല. ഓക്കെ, ഇപ്പൊ ഡൊമെയിനിൽ ബാക്കി എല്ലാ പോയിന്റ്സും അത് എടുക്കും. സോ x does not take the value 7 by 5. x define ചെയ്തിരിക്കുന്നത് y equal to f of x equal to 2x minus 3 by 5x minus 7. x 7 by 5 എടുക്കില്ല, കാരണം x 7 by 5 ആയാൽ എന്തായി ഡിനോമിനേറ്റർ? ഡിനോമിനേറ്റർ എന്തായി? x 7 by 5 വാല്യൂ എടുത്താൽ 0 ആയി. അപ്പോ 1 by 0 ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇത് ഇൻഫിനിറ്റി ആണ്. അപ്പൊ അത് ഡിഫൈൻഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമെയിൻ അങ്ങനെ എടുത്തത്. നമ്മൾ ഏത് ഫംഗ്ഷൻ എഴുതുമ്പോഴും അതിന്റെ ഡിനോമിനേറ്റർ വാനിഷ് ആവുന്ന പോയിന്റ് നമ്മുടെ ഡൊമെയിനിൽ ഉണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ അത് ഡിഫൈൻഡ് അല്ല, അവിടെ വെൽ ഡിഫൈൻഡ് അല്ല. ഓക്കെ, അപ്പൊ ഇവിടെ x ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 7 by 5. ഇനി നമ്മുടെ ഉദ്ദേശം എന്താ? വി ഹാവ് ടു ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. എഫ് ഇൻവേഴ്സ് വേണമെങ്കിൽ എന്താ നമുക്ക് തന്നിട്ടുണ്ട് y equal to 2x minus 3 by 5x minus 7. അപ്പോൾ y equal to f of x, ഇതാണ് f of x. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് കാണണമെങ്കിൽ എന്ത് വേണം? x equal to g of y ഫോമിൽ കിട്ടണം. എന്ന് പറഞ്ഞാൽ സോൾവ് ഫോർ x and get it as a function of y. x ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഓഫ് y മാത്രം കിട്ടണം. RHSലും x ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, x equal to a function of y ഫോമിൽ കിട്ടണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സോൾവ് ചെയ്യണു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5xy minus 7y equal to 2x minus 3. x equal to വേണ്ടേ, അതുകൊണ്ട് ഞാൻ x ഉള്ള ടേം ഔട്ട്സൈഡ് എടുത്തു, കോമൺ എടുത്തു. അപ്പൊ 5xy-യും 2x-നെയും കമ്പൈൻ ചെയ്തു. x ഔട്ട്സൈഡ് എടുത്തപ്പോ 5y minus 2. 2x-നെ ഞാൻ LHS-ലും ഉണ്ടെന്നു, അപ്പൊ അത് മൈനസ് ആയി. ബട്ട് x ഔട്ട്സൈഡ് എടുത്തു. ഓക്കെ, സോ x into 5y minus 2 equal to 7y-നെ ഞാൻ RHS-ൽ കൊണ്ടുപോയി 7y minus 3. ഇങ്ങനെ ചെയ്താൽ എനിക്ക് x പെട്ടെന്ന് എഴുതാം. x equal to 7y minus 3 by 5y minus 2. ഇതാണ് എനിക്ക് g of y കിട്ടിയത്. ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഓഫ് y മാത്രമാണ്. കോൺസ്റ്റൻസ് ഉണ്ടാവാം, അതിന് കുഴപ്പമില്ല. വേറെ വേരിയബിൾസ് ഉണ്ടാവാൻ പാടില്ല. RHS-ൽ ഇനി x ഉണ്ടാവാൻ പാടില്ല. ഓക്കെ,
അപ്പൊ എനിക്ക് ഇവിടെ എക്സ് ഈക്വൽ ടു ഒരു ജി ഓഫ് വൈ ഫോമിൽ കിട്ടി. ഈ ജി ഓഫ് വൈ ഇനി വെൽ ഡിഫൈൻഡ് ആണോ നോക്കണം. അപ്പൊ എനിക്കറിയാം ഡിനോമിനേറ്റഡ് 0 ആവാൻ പാടില്ല. സോ ഐ ഷുഡ് എക്സ്ക്ലൂഡ് ദ പോയിന്റ് 2/5. കാരണം വൈക്ക് 2/5 കൊടുത്താൽ ഡിനോമിനേറ്റർ 0 ആവും. സോ ഐ മസ്റ്റ് റൈറ്റ് y നോട്ട് ഈക്വൽ ടു 2/5. ബാക്കി എല്ലാ വാല്യൂസ് കൊടുക്കാം. y ഷുഡ് നോട്ട് ടേക്ക് ദ വാല്യൂ 2/5. അങ്ങനെയാണെങ്കിൽ എന്റെ g of y വെൽ ഡിഫൈൻഡ് ആണ്. സോ ഐ ഗോട്ട് g of y equal to 7y minus 3/5y minus 2 where y not equal to 2/5. ഇതാണ് ഇൻവേഴ്സ്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനെ റീനെയിം ചെയ്യാം. as g function of x എഴുതാം. so g of x equal to 7x minus 3/5x minus 2 where x not equal to 2/5 is the inverse. ഇതാണ് required inverse of the function f of x. ഇനി നമുക്കൊരു ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ട്. ഇൻവേഴ്സ് നമുക്ക് ഉണ്ടോന്ന് എല്ലാ പ്രോബ്ലത്തിലും ഇപ്പൊ നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ചില പ്രോബ്ലത്തിലൊന്നും നമുക്ക് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിലും ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് എക്സ് ഇൻ ടേംസ് ഓഫ് y. എക്സ് വൈയുടെ ടേംസിൽ എക്സ്പ്ലിസിറ്റ് ആയി കിട്ടാൻ ബുദ്ധിമുട്ടാവും. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചു എക്സ്പ്ലിസിറ്റ് എന്താ ഇംപ്ലിസിറ്റ് എന്താണ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് എന്ന് എക്സ് എക്സാക്ട്ലി വൈയുടെ ഫോമിൽ കിട്ടാൻ ബുദ്ധിമുട്ടാവും. ചിലപ്പോ എക്സും വൈയും കണക്റ്റഡ് ആയിരിക്കും. എക്സ് വൈ ഈക്വൽ ടു സം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെ എന്തെങ്കിലും ഇക്വേഷൻ നമുക്ക് എക്സ് വേർതിരിച്ചെടുക്കാൻ പറ്റില്ല. എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വൈ കിട്ടുന്നില്ല. പക്ഷെ എന്നിട്ടും നമുക്കത് ചിലപ്പോ ഇൻവേർട്ടബിൾ ഫോമിലും കിട്ടാം. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറച്ചൊരു എളുപ്പവഴി ഉണ്ട്. ഇൻവേഴ്സ് ഫംഗ്ഷൻ ടെസ്റ്റ് ഇനി തൊട്ട് നമ്മൾ ഇതാണ് ചെക്ക് ചെയ്യാം. ഇതെന്താ പറയണേ? Suppose that f is continuous on closed interval ab and f is increasing at each point of ab. Continuous ആവാ increasing ആവാ. ഇൻക്രീസിങ് ആകുമ്പോൾ നമ്മൾ എൻഡ് പോയിന്റ് എടുക്കണമെന്നില്ല. ഉള്ളിൽ മൊത്തം ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവണമെങ്കിൽ അവരുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഷുഡ് ബി പോസിറ്റീവ് ആണെങ്കിൽ ഇൻക്രീസിങ്, ഡിക്രീസിങ് ആണെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇസ് നെഗറ്റീവ്. ഓക്കെ, so f dash of x is greater than 0 for each x in ab ആണെങ്കിൽ the function f is increasing. കണ്ടിന്യൂസും ആണ് ഇൻക്രീസിംഗും ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഇനി തൊട്ട് നമ്മൾ അതിന്റെ ഇൻവേഴ്സ് എന്താന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. തന്ന ഫംഗ്ഷനെ നമ്മൾ ഒന്ന് എക്സാമിൻ ചെയ്യാം. ഇഫ് ദ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് then it is invertible on closed interval ab. Closed interval ab ആണ് അതിന്റെ ഡൊമെയിൻ. ഇതാണ് ഡൊമെയിൻ. അപ്പൊ നമുക്ക് ഇവിടെ എഫ് ഇൻവേഴ്സ് അവിടെ ഡിഫൈൻഡ് ആണ്. എഫ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്തായിരിക്കും? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയ കാരണം എഫ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ വിൽ ബി എഫ് ഓഫ് എ എഫ് ഓഫ് ബി. കാരണം ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, എ ബി ആണെങ്കിൽ ദിസ് വിൽ ബി എഫ് ഓഫ് എ എഫ് ഓഫ് ബി. അപ്പൊ എ ഇൻക്രീസിംഗ് ആയ കാരണം എ ലെസ് ദാൻ ബി ഇംപ്ലൈസ് എഫ് ഓഫ് എ ലെസ് ദാൻ എഫ് ഓഫ് ബി. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആയ കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഇൻവേഴ്സിന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഓഫ് എ എഫ് ഓഫ് ബി ആയിരിക്കും. ക്ലോസ്ഡ് ഇന്റർവൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. So if a function is continuous on closed interval ab and if the function is increasing at each point in open interval ab, then f is invertible on closed interval ab. ab invertible ആണ് and the inverse is defined on the interval. ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്ത ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സിന്റെ ഡൊമെയിൻ ആണ് എഫ് ഓഫ് എ എഫ് ഓഫ് ബി. കാരണം അതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇനി അപ്പൊ ഇൻക്രീസിംഗ് ആണെങ്കിൽ ഇൻവേർട്ടബിൾ ആണ് നമുക്ക് കിട്ടി. കണ്ടിന്യൂസും ഇൻക്രീസിംഗും ആണെങ്കിൽ ഇൻവേർട്ടബിൾ ആണ്. ഇതേപോലെ ഇഫ് ദ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിംഗ്, ഇൻക്രീസിംഗിന് പകരം ഡിക്രീസിംഗ് ആണ്. കണ്ടിന്യൂസ് ആണ് ഓൾറെഡി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ്ഡ് ഇന്റർവൽ എ പിയില്. ഇനി അത് ഡിക്രീസിംഗ് ആണെന്ന് വിചാരിക്കുക എ പിയിൽ, അങ്ങനെയാണെങ്കിലും അത് ഇൻവേർട്ടബിൾ ആണ്. പക്ഷെ അതിന്റെ ഡൊമെയിൻ മാറും കാരണം അതൊരു ഡിക്രീസിംഗ് ഫംഗ്ഷനാണ്. ഡിക്രീസിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ ചെറുതായി പോവുക. അപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എഫ് ഓഫ് എ അപ്പോ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആയിരിക്കും. ഓക്കെ, കാരണം ഡിക്രീസിംഗ് ഫംഗ്ഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതേപോലെ അവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ഡിക്രീസിംഗ് ഫംഗ്ഷന് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ലെസ് ദാൻ 0 ഫോർ ഡിക്രീസിംഗ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അതിന്റെ ഡൊമെയിൻ എന്താവും? എഫ് ഓഫ് ബി എഫ് ഓഫ് എ ആവും.
ഇതാണ് അതിന്റെ ഡൊമെയിൻ. ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡൊമെയിൻ എഫ് ഓഫ് ബി എഫ് ഓഫ് എ ആവും. ബിക്കോസ് എഫ് ഓഫ് ബി ഈസ് ലെസ് ദാൻ എഫ് ഓഫ് എ, ഡിക്രീസിങ് ആയ കാരണം. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇഫ് എ ഫംഗ്ഷൻ ഇസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഐദർ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ കിട്ടിയാൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആയിരിക്കും, അതിന് ഇൻവേഴ്സ് ഉണ്ടാവും. ഇൻവേഴ്സ് ഉണ്ടാവുന്ന മാത്രമല്ല, ഇഫ് ദ ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഇറ്റ്സ് ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എഫ് ഓഫ് എ എഫ് ഓഫ് ബി. If the function is decreasing, its inverse is defined on closed interval f of b f of a. ഇനി ഇവിടെയൊക്കെ എയും ബിയും ഫൈനൈറ്റ് ആയിരുന്നു. സപ്പോസ് ബി ഈസ് ഇൻഫിനിറ്റി, ആ ഒരു കേസും കൂടി നമുക്ക് നോക്കാം. ഇൻഫിനൈറ്റ് ഇന്റർവെൽസ് ആണ് വിചാരിക്കുക. അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് എഫ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻക്രീസിങ് ഓൺ ക്ലോസ്ഡ് അറ്റ് എ ഓപ്പൺ അറ്റ് ഇൻഫിനിറ്റി. എ ഇൻഫിനിറ്റി ആണ് നമ്മുടെ ഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കണ്ടീഷൻ കൂടിയും ചെക്ക് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താണ്? പറഞ്ഞാൽ ആസ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ എഫിന് ഒരു ഇൻവേഴ്സ് ഉണ്ട്. ഓക്കെ, കണ്ടിന്യൂസും ഇൻക്രീസിംഗും ആണ്, പക്ഷെ ഡൊമെയിനിൽ ഇൻഫിനിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ കൂടിയും ചെക്ക് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ് ആൻഡ് ദ ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ് ഓൺ എഫ് ഓഫ് എ ഇൻഫിനിറ്റി. കാരണം അവിടെ എഫ് ഓഫ് ബി വരില്ല, ബിക്ക് പകരം ഇൻഫിനിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ എക്സാമ്പിളും കൂടി ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഒന്നുകൂടിയും ക്ലിയർ ആവും. നമ്മുടെ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഹാസ് ആൻ ഇൻവേഴ്സ് ഇഫ് എഫ് ഇസ് ഡിഫൈൻഡ് ഓൺ വെരിഫൈ. ഇതിനൊരു ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഡൊമെയിൻ ഇവിടെ തന്നിരിക്കുന്നതാണ് മൈനസ് ഹാഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ഉള്ള ഒരു ഡൊമെയിൻ ആണ് തന്നെ. അപ്പൊ നമ്മൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞാൽ മൈനസ് ഹാഫ് ആണ്. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ഡിഫറൻഷ്യബിൾ ആണോ? ആണോ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഡെറിവേറ്റീവ്. ഇതൊരു പോളിനോമിയൽ അല്ലേ? പോളിനോമിയൽസ് എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x + 1. ഈ ഫംഗ്ഷൻ എല്ലായിടത്തും ഡിഫറൻഷ്യബിൾ ആണ്. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ മൈനസ്, കാരണം ഇവിടെ ഡിഫറൻഷ്യബിലിറ്റി വരാത്തൊരു പോയിന്റും ഇല്ല. എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ആയാൽ എന്തായാലും കണ്ടിന്യൂസ് ആണ് നമുക്കറിയാം അല്ലെ? ഡിഫറൻഷ്യബിലിറ്റി ഇംപ്ലൈസ് കണ്ടിന്യൂറ്റി, പക്ഷെ കണ്ടിന്യൂസ് അയച്ചിട്ട് ഡിഫറൻഷ്യബിൾ ആവണമെന്നില്ല. അപ്പൊ എഫ് ഡിഫറൻഷ്യബിൾ ആണ് കാരണം ഇതിന് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ പോയിന്റിലും. എക്സ് ഏത് വാല്യൂ എടുത്താലും പ്രശ്നമില്ല. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എന്തായാലും ഇത് ഈ ഇന്റർവെല്ല് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിൽ അത് കണ്ടിന്യൂസും കൂടിയാണ്. സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മൊത്തത്തിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ മൈനസ് ഹാഫ് ഇതിന്റെ ഇടയിലത്തെ ഒരു പോയിന്റ് ആണ്. സോ ഇവിടെയും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇതിന്റെ ഒരു സബ്സെറ്റ് ആണല്ലോ. സോ എഫ് ഇസ് കണ്ടിന്യൂസ് ഓൺ മൈനസ് ഹാഫ് കോമ ഇൻഫിനിറ്റി, കണ്ടിന്യൂസ് ആണ്. ഇനി ഇതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണോ നോക്കുക. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണോ നോക്കണമെങ്കിൽ എന്ത് വേണം? ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണോ നോക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താ? ഡെറിവേറ്റീവ് ഇസ് 2x + 1. 2x + 1 എന്ന് പറയുന്നത് 0 ആവുക. 2x + 1 = 0 if x = -1/2. -1/2ലാണ് ഇത് 0 ആവുക. അപ്പോ -1/2 വലിയ വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ഇത് എന്തായാലും പോസിറ്റീവ് ആണ് അല്ലെ? എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് എക്സ് -1/2ലാണ്. സോ എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ -1/2. എക്സ് -1/2നേക്കാളും വലുത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു വാല്യൂ എന്തെങ്കിലും കൊടുത്തു നോക്കുക. എക്സിന് 0 കൊടുത്താൽ എന്താ? എഫ് ഡാഷ് ഓഫ് എക്സ് എന്തായി? 1 ആയി, പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് ഗ്രേറ്റർ ദാൻ -1/2എല്ലാം ഇത് പോസിറ്റീവ് ആണ്. സോ എഫ് ഇസ് ഇൻക്രീസിംഗ്, എഫ് ഇസ് എൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഇൻ ദ ഇന്റർവെൽ -1/2 ഇൻഫിനിറ്റി. ഈ ഇന്റർവെൽ അത് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. ഇനി ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എന്താന്ന് ചെക്ക് ചെയ്യണു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്, എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ. അപ്പൊ പെട്ടെന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഇത് മൊത്തം ഇൻഫിനിറ്റിയിലേക്കാണ് പോണേ. എക്സ് ടേക്സ് ലാർജർ വാല്യൂസ്. ഓക്കെ, സോ ദിസ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പൊ എല്ലാം കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആയി. സോ എഫ് ഹാസ് എൻ ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഉണ്ട് നമുക്ക് പറയാം. കണ്ടിന്യൂസ് ആണ്, ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്, പിന്നെ ലിമിറ്റിന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. സോ എഫ് ഹാസ് എൻ ഇൻവേഴ്സ് ആൻഡ് ദ ഇൻവേഴ്സ് ഇസ് ഡിഫൈൻഡ് ഓൺ എഫ് ഓഫ് എ ഇൻഫിനിറ്റി. എഫ് ഓഫ് എ ഇൻഫിനിറ്റിയിലാണ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തത്. എഫ് ഓഫ് എ എന്താന്ന് കണ്ടുപിടിക്കുക. എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്.
അപ്പൊ എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എക്ക് പകരം -12 കൊടുക്കുക. അപ്പൊ -12 സ്ക്വയർ പ്ലസ് -12 1/4 -12 -1/4. So f has an inverse and it is defined on -1/4, infinity. ഇവിടെ ഇൻഫിനിറ്റി എഴുതുമ്പോൾ എപ്പോഴും ഓപ്പൺ ആണ് ഇടുക നമ്മൾ. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ അവിടെ ഇവിടത്തെ വാല്യൂല് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. -1/4 എന്നാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നെക്സ്റ്റ് അവർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടോ 10 മണിക്ക്? ഓക്കെ, ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഇത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു ക്ലാസ് ഉണ്ട്, പക്ഷെ നാളത്തെ അത് റെക്കോർഡഡ് ക്ലാസ് ആയിരിക്കും ഇടുക. കാരണം ഞങ്ങൾക്ക് PGയുടെ ഇതാണ് വാല്യുവേഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. നിങ്ങളിത് പ്രോബ്ലംസും ടെക്സ്റ്റിലത്തതും ഒന്നും കൂടിയും ചെയ്ത് നോട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.